കുറവലങ്ങാട് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിലെ ഗ്രൂപ്പിസം മറനീക്കി പുറത്തുവരുന്ന കാഴ്ചകളായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ദിവസം വ്യക്തമായത്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കുറവലങ്ങാട്ട് കാണപ്പെട്ട ഗ്രൂപ്പിനുള്ളിലെ ഗ്രൂപ്പാണ് വീണ്ടും മറനീക്കി രംഗത്ത് എത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ KPCC അംഗം ടി ജോസഫ് നേതൃത്വം നൽകുന്ന ഒരു വിഭാഗവും യൂത്ത് കോൺഗ്രസ് കോട്ടയം പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റായിരുന്ന ജോബോയ് ജോർജ് നേതൃത്വം നൽകുന്ന ഒരു വിഭാഗവുമാണ് പ്രധാനമായും മാറ്റുരച്ചത്. സംസ്ഥാനത്താകെ AI ഗ്രൂപ്പുകൾ തമ്മിൽ മാറ്റുരച്ചപ്പോൾ കുറവലങ്ങാട് മേഖലയിലും കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലും A ഗ്രൂപ്പിലെ തന്നെ വിവിധ ചേരികൾ മാറ്റുരയ്ക്കുന്ന കാഴ്ചകളാണ് കാണുവാൻ കഴിഞ്ഞത്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ജോബോയ് ജോർജ് നേതൃത്വം നൽകുന്ന സ്ഥാനാർത്ഥിയാണ് മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ടി ജോസഫ് നേതൃത്വം നൽകിയ സ്ഥാനാർത്ഥിയും വിജയിച്ചു. കുറവലങ്ങാട് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി പ്രബലമായ രീതിക്കാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട അരുൺ ജോസഫിനാണ് UDF സീറ്റ് നൽകിയിരിക്കുന്നത്. KPCC അംഗം ടി ജോസഫിന്റെ മകനാണ് സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുള്ള അരുൺ ജോസഫ്. യൂത്ത് കോൺഗ്രസ് കോട്ടയം പാർലമെന്റ് നിയോജക മണ്ഡലം മുൻ പ്രസിഡന്റ് ജോബോയ് ജോർജ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം നേതാവായിരുന്ന സെബാസ്റ്റ്യൻ വല്ലാടൻ, യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള അജോ അറക്കൽ തുടങ്ങിയവരും മത്സരരംഗത്ത് എത്തിയിട്ടുണ്ട്. കോൺഗ്രസിലെ യുവ നേതൃനിരയുടെ മറനീക്കിയുള്ള കരുനീക്കങ്ങളിൽ ഉന്നത നേതൃത്വം ഇടപെടുമെന്നാണ് പാർട്ടി നേതൃത്വം വിലയിരുത്തുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, യൂത്ത് കോൺഗ്രസിലെ ചേരിതിരിഞ്ഞുള്ള നിലപാടുകൾ മുന്നണി ഉന്നത നേതൃത്വത്തിന് നേരിയ തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള പടലപ്പിണക്കങ്ങൾ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലേക്കും വ്യാപിക്കുന്നു എന്നതിന്റെ തെളിവുകളാണ് സ്ഥാനാർത്ഥികളായി എത്തിയിരിക്കുന്നവരുടെ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത്.